പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞായറാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 2ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ ഞായറാഴ്ച ദിനം ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 16 നാം ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ വാഗ്ദത്ത വചനം ആരംഭിക്കുന്നത് അതുകൊണ്ട്, ഏതുകൊണ്ട്. 15ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട്, കാരണം നമ്മുടെ ഒരു മാനസിക ബലഹീനതകളും പോരായ്മകളും സകലവും അറിയാവുന്ന ഒരു വലിയ മഹാപുരോഹിതനാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മെ മുഴുവനായും വ്യക്തമായും കൃത്യമായും ആകത്തുകയായി അറിയാവുന്ന ഒരുവൻ. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നാം തക്ക സമയത്ത് സഹായത്തിനായി കൃപ പ്രാപിക്കുവാൻ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. അതെ, ഇന്ന് വിശുദ്ധ ദിനം, ഞായറാഴ്ച. നാം ഒക്കെ രാവിലെ ആരാധനയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും വചനം പറയുന്ന കൃപാസനത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്? അതോ മനുഷ്യനിർമ്മിതങ്ങളായ കോടികൾ മുടക്കിയ രമ്യഹർമ്മങ്ങളായ ദേവാലയങ്ങളിലാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പലപ്പോഴും പല സഭകളുടെയും പല വിധത്തിലുള്ള നോട്ടീസുകൾ കാണുമ്പോൾ പലരും പറയുമ്പോൾ ദേവാലയങ്ങൾ എന്ന് കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റാണത്. ദൈവാലയം, വേദപുസ്തകം ആദ്യോടന്തം വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവാലയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ വലിയ കെട്ടിടങ്ങൾ വെറും ദേവാലയങ്ങളായി മാറി എന്നുള്ളത് നിശ്ചയമായും നാം അംഗീകരിച്ചേ മതിയാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നാം ദൈവാലയങ്ങളിൽ പോയി ആരാധനയ്ക്കിരിക്കുമ്പോൾ യഥാർത്ഥമായും കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്നു എന്നുള്ള ഒരു അനുഭവം പങ്കിടിയിൽ നമുക്കുണ്ടാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നാം കൃപ പ്രാപിപ്പാൻ അപ്പൻ്റെ അടുക്കൽ ഇരിക്കണം. പ്രിയമുള്ളവരെ, ഒരു മറയുമില്ലാതെ, സമയഭേദം കൂടാതെ, കാലഭേദം കൂടാതെ, പ്രായഭേദം കൂടാതെ, ലിംഗഭേദം കൂടാതെ ഏത് സമയത്തും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ, കൃപാസനത്തിൽ എത്തുവാൻ പുത്രൻ മുഖാന്തരം നമുക്ക് അവകാശവും അനുവാദവും ലഭിക്കപ്പെട്ടിരിക്കുന്നു. സകല മറകളും യേശുവിൻ്റെ ശരീരമെന്ന തിരശീല കീറിയതിലൂടെ നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഈ പകൽ, ഈ വിശുദ്ധ ദിനം അതിരാവിലെ, അപ്പാ
എൻ്റെ ബലഹീനതയും എൻ്റെ പോരായ്മയും ഞാൻ മറച്ചു വെക്കുന്നതും ഞാൻ പറയാത്തതും ഞാൻ ഒളിച്ചു വെക്കുന്നതും എൻ്റെ ഉള്ളിൽ ഒതുക്കുന്നതും അങ്ങേക്കറിയാം എന്ന് ഇന്നത്തെ വചനം വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എൻ്റെ പോരായ്മ, എൻ്റെ കുറവ്, എൻ്റെ ക്ഷീണം, എൻ്റെ ബലഹീനത അവിടുന്ന് അറിയുന്നു. ഇതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ദൈവകൃപ എന്നിലേക്ക് പകരണമേ. ഇതിനെ ജയിക്കാനുള്ള ഉയരത്തിലെ ശക്തി എനിക്ക് അവിടുന്ന് ഇന്ന് പകൽ നൽകണമേ. അതേ പ്രിയമുള്ളവരെ, ഈ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്നത്തെ വാഗ്ദത്ത വചനവും അതിന് തൊട്ടു മുമ്പുള്ള 2 വാക്യങ്ങളും 14, 15, 16 വാക്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ആവർത്തിച്ച് വായിച്ചിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് താണിരുന്നേ. ഇന്നത്തെ ആരാധനയിൽ നിങ്ങളൊന്ന് ഉള്ളു തുറന്നൊന്ന് ആരാധിച്ചേ. നിശ്ചയമായും ഈ ഒരു സ്വർഗീയ അനുഭവം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിന് വലിയ കൂട്ടവും കൂട്ടായ്മയൊന്നും നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാലും അല്ല, കൂട്ടത്തിലിരുന്നാലും നിങ്ങളത് പ്രാപിക്കും. അതുകൊണ്ട് ഇന്ന് വിവിധ വിഷയത്തിൽ മനം നൊന്തിരിക്കുന്നവരുണ്ട്. അതെ, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഒരു നല്ല ഭാവി കൊടുക്കണം, എൻ്റെ മകന് ഒരു നല്ല ജോലി കൊടുക്കണം, എൻ്റെ മകന് നല്ലൊരു കുടുംബജീവിതം കൊടുക്കണം, എൻ്റെ മകൾക്ക് നല്ലൊരു വിജയം കൊടുക്കണം, അവളുടെ ബുദ്ധിമുട്ടുകൾ അപ്പൻ മാറ്റണം, എൻ്റെ തലമുറയെ ദൈവം മാനിക്കണം, എൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം, ക്ഷമിക്കാനുള്ള കൃപ തരണം, സഹിക്കാനുള്ള കൃപ തരണം, വചനം വായിക്കാനുള്ള കൃപ തരണം, വചനം പഠിക്കാനുള്ള കൃപ തരണം, ആത്മീയമായി മന്ദീഭവിച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് അവിടുന്ന് മാറ്റം തരണം, സകലത്തിന്മേലും കൃപ പകരണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കാം. നമ്മെ വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. അതെ, ഈ വിശുദ്ധ ദിനം നമുക്കേവർക്കും ഒന്നിച്ചടുത്ത് ചെന്ന് ദൈവകൃപ പ്രാപിക്കാം. പ്രാർത്ഥനയുടെ അടുത്ത് വരാം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചെറുതും വലുതുമായ പലവിധ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ. ഒരു മനുഷ്യനും അതിന് പരിഹാരം തരുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ ഏത് കൗൺസിലറിന്റെ അടുത്ത് പോയാലും ഏത് ഡോക്ടറിന്റെ അടുത്ത് പോയാലും നിങ്ങൾക്കൊരു പരിപൂർണ വിടുതൽ ലഭിക്കുകയില്ല. എന്നാൽ നമുക്കൊരു വലിയ സ്വർഗീയ വൈദ്യനുണ്ട്, നമുക്കൊരു വണ്ടർഫുൾ കൗൺസിലർ ഉണ്ട്, എവർലാസ്റ്റിംഗ് ഫാദർ ഉണ്ട്. അതെ, ആ കർത്താവിന്റെ അടുക്കിലേക്ക് ഇന്ന് അടുത്തു വരാം. കർത്താവ് എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കാണട്ടെ, നമ്മുടെ വിഷയങ്ങൾ അറിയട്ടെ, അതിന്മേൽ ജയം എടുക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെ, സന്തോഷത്തിന്റെ, ദൈവകൃപയുടെ ദിവസമാകുവാൻ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. സകലവും മറന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക. അങ്ങനെ അടുത്ത് ചെന്ന് പുത്തൻ കൃപ പ്രാപിച്ച് ഇന്നിന്റെ പ്രശ്നങ്ങളെ അതിജീവിപ്പാനുള്ള പുതിയ ശക്തി പ്രാപിച്ച് ധൈര്യത്തോടെ മുന്നേറാം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഓഗസ്റ്റ് മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ കൃപ പ്രാപിപ്പാൻ സഹായത്തിനായി തമ്പുരാന്റെ അടുക്കിലേക്ക്, കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് ഞങ്ങളെ വചനത്തിൽ കൂടെ ഉദ്ബോധിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ചെറുതും വലുതും സങ്കീർണങ്ങളുമായ പ്രശ്നങ്ങളുടെ മേൽ ഒരു വലിയ ദൈവകൃപ വ്യാപരിക്കുവാൻ ഇതാ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ അറിഞ്ഞും അറിയാതെയുള്ള കുറവുകൾ, പോരായ്മകൾ അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ പുണ്യാഹ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇന്നത്തെ ദിനം വിടുതലോടെ, സൗഖ്യത്തോടെ, അനുഗ്രഹത്തോടെ, കൃപ പ്രാപിച്ചു മടങ്ങുവാൻ സഹായിക്കണം. അങ്ങനെ എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ ദിനം ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ആഹ്വാനം ചെയ്തതുപോലെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാം.
ഒരു മധ്യസ്ഥനും വേണ്ട, ഒരു വ്യക്തിയും വേണ്ട. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ബലഹീനതകളും കുറവുകളും പരിപൂർണമായി ഏറ്റുപറഞ്ഞുപേക്ഷിക്കുകയും പുതിയ കൃപ പ്രാപിച്ച് ഇന്ന് നാം നേരിടുന്ന ചെറുതും വലുതുമായ സകല പ്രതികൂലത്തിലും പ്രാർത്ഥനാപൂർവം അതിജീവിച്ച് ജയമേറിയ, സന്തുഷ്ടിയേറിയ, വിടുതലേറിയ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ ജീവിപ്പാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.